വെൽക്കം ബാക്ക് ടു എംഫേവർ ലേണിംഗ് ആപ്പ്. നമ്മുടെ PSC പരീക്ഷകളിൽ ഇപ്പോൾ ഡിഗ്രി ആയിക്കോട്ടെ LDC ആയിക്കോട്ടെ ഒരു ചോദ്യമല്ല 2-3 ചോദ്യങ്ങൾ ഒരേ പരീക്ഷയ്ക്ക് വന്ന ചരിത്രമുണ്ട്. ഏതാ ടോപ്പിക് എന്നറിയോ? മനുഷ്യാവകാശ നിയമവും കമ്മീഷനും. അപ്പോ ഈ ഒരു സെഷനിൽ നിങ്ങൾക്ക് 2 മാർക്ക് കുറഞ്ഞത് ഉറപ്പിക്കാം എന്നുള്ളതാണ്. മനുഷ്യാവകാശ നിയമത്തെക്കുറിച്ചും ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ രൂപവൽക്കരണത്തെക്കുറിച്ചും ഇന്ന് ഡിസ്കസ് ചെയ്യുന്നു. ഈ ക്ലാസ്സിന്റെ നോട്ട് ആപ്പിനുള്ളിൽ എംഫേവർ ലേണിംഗ് ആപ്പിനുള്ളിൽ അവൈലബിൾ ആണ്. ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് കാണാം. ഓക്കെ, ഇനി വളരെ പ്രധാനം എന്ന് പറയുന്നത് എംഫേവർ കേരള PSC എന്ന നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്തിടുക. ടെലിഗ്രാമിൽ എംഫേവർ കേരള PSC എന്ന് അടിച്ചു നോക്കിയാൽ അവിടെ കിട്ടും. നമ്മുടെ നോട്ടുകൾ അവിടെ നിന്നും ഡൗൺലോഡ് ചെയ്യാം. ഓക്കെ, നേരെ ക്ലാസ്സിലോട്ട് പോകാം. ആദ്യ കാര്യം തന്നെ, ഇവിടെ ഒരു ക്ലാസ് ചെയ്യുമ്പോൾ പൂർണ്ണതയ്ക്ക് വേണ്ടിയിട്ടാണ് പ്രധാനപ്പെട്ട തീയതികൾ അടയാളപ്പെടുത്തിയിട്ടുള്ളത്. അന്ധകാലത്തിൽ കേരള PSC ചോദിച്ച ചില പഴയ നിയമങ്ങളെ കുറിച്ച് പഠിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അന്ധകാലത്തിൽ കേരള PSC ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ് തീയതികൾ ഉൾപ്പെടെ ഇവിടെ പ്രാധാന്യം അർഹിച്ചു കൊടുത്തിരിക്കുന്നത്. പക്ഷേ ഈ ഒരു സെഷനിൽ ഞാൻ മാർക്ക് ചെയ്യുന്ന തീയതികളെയാണ് നിങ്ങൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. അത് മാത്രം മനസ്സിൽ വെച്ചാൽ മതി. ബാക്കിയുള്ളത് അങ്ങ് വാനിഷ് ആയിക്കൊള്ളുക. ഓക്കെ, എന്നാൽ നോട്ടിന്റെ പൂർണ്ണതയ്ക്ക് വേണ്ടിയിട്ടാണ് ഈ തീയതികൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ശ്രദ്ധിക്കാം. മനുഷ്യാവകാശ സംരക്ഷണ നിയമം 1993. അപ്പൊ 1993 മനുഷ്യാവകാശ സംരക്ഷണ നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ രൂപവൽക്കരിക്കപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് ഈ നിയമത്തെക്കുറിച്ച് 5-6 കാര്യങ്ങളൊന്ന് പറഞ്ഞു വിട്ടാൽ മാത്രമേ കമ്മീഷന്റെ രൂപവൽക്കരണവും അതിന്റെ ഘടനയും പ്രവർത്തന മേഖലയെ കുറിച്ച് കൃത്യമായിട്ട് നമുക്ക് പഠിച്ചെടുക്കാൻ സാധിക്കുള്ളൂ. ഏതൊരു നിയമവും പാർലമെന്റിൽ ആദ്യം അവതരിപ്പിക്കുന്നതും പാസ്സാക്കുന്നതും ബില്ലായിട്ടാണ്, അല്ലെ? ആ ബില്ല് പ്രസിഡന്റ് ഒപ്പുവെക്കുന്നതിലൂടെ, പ്രസിഡന്റ് അംഗീകരിക്കുന്നതിലൂടെ അതൊരു നിയമമാകുന്നു. തുടർന്ന് ആ നിയമം പ്രാബല്യത്തിൽ വരുന്നു മറ്റൊരു ദിവസം. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കണം, ബില്ല് ലോക്സഭ പാസ്സാക്കുന്നത് 18 ഡിസംബർ 1993. രാജ്യസഭ പാസ്സാക്കുന്നത് 22 ഡിസംബർ 1993. പ്രസിഡന്റ് ഒപ്പുവയ്ക്കുന്നത് 8 ജനുവരി 1994. ഈ 3 തീയതികളും നിങ്ങൾ ഇവിടെ വായിച്ചതിരിക്കട്ടെ, ഓർത്ത് വയ്ക്കാൻ നിൽക്കേണ്ട. ഓർത്തിരിക്കേണ്ട ഒരേ ഒരു തീയതി എന്ന് പറയുന്നത് നിയമം പ്രാബല്യത്തിൽ വന്ന വർഷം 28 സെപ്റ്റംബർ 1993. നിങ്ങൾ ശ്രദ്ധിക്കണം, വളരെ മുന്നേ ഉള്ള ഒരു ഡേറ്റിലാണ് നിയമം നിലവിൽ വന്നിരിക്കുന്നത്. അതായത് ഈ നിയമം ലോക്സഭയും രാജ്യസഭയും പാസാക്കി പ്രസിഡന്റ് ഒപ്പുവെച്ചതിന് ശേഷം മുൻകാല പ്രാബല്യത്തോടു കൂടി, റെട്രോസ്പെക്റ്റീവ്ലി മുൻകാല പ്രാബല്യത്തോടു കൂടിയാണ് ഇത് നിലവിൽ വന്നിരിക്കുന്നത്. അതായത് 28 സെപ്റ്റംബർ 1993 മനുഷ്യാവകാശ സംരക്ഷണത്തിനായിട്ട് ഒരു ഓർഡിനൻസ് ഇന്ത്യൻ രാഷ്ട്രപതി ആയിരുന്ന ശങ്കർ ദയാൽ ശർമ്മ പുറപ്പെടുവിച്ചു. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഒരു ഓർഡിനൻസ് പുറപ്പെടുവിക്കുന്നത്, അല്ലെ? കേന്ദ്ര സർക്കാരിന്റെ നിർദ്ദേശപ്രകാരം പ്രസിഡന്റ് ആണ് ഓർഡിനൻസ് പുറത്തിറക്കുന്നത്. ഒരു ഓർഡിനൻസിന്റെ നിയമത്തിന്റെ വില തന്നെയാണ്. ആ ഒരു ഓർഡിനൻസ് പൂർണ്ണമായും നിയമമായി എല്ലാ കാലത്തും നിലകൊള്ളണമെങ്കിൽ അത് ബില്ലായി അവതരിപ്പിച്ച് പാർലമെന്റിൽ അവതരിപ്പിച്ച് പാസ്സാക്കി രാഷ്ട്രപതി ഒപ്പുവെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഓർഡിനൻസ് പിന്നീട് അങ്ങോട്ട് നിയമമാക്കി കൊണ്ടുവരാൻ സാധിക്കും. ഓർഡിനൻസ് എന്ന് പറയുന്ന ഒരു ഭാഗം പഠിക്കുമ്പോൾ അത് പൂർണ്ണമായും ക്ലിയർ ചെയ്യും. അപ്പോൾ ശ്രദ്ധിക്കണം, 28 സെപ്റ്റംബർ 1993 നമ്മുടെ രാജ്യത്ത് മനുഷ്യാവകാശ സംരക്ഷണം വളരെ വേണം, അടിയന്തരമാണ് എന്ന അടിസ്ഥാനത്തിലാണ് കേന്ദ്ര സർക്കാർ നിർദ്ദേശപ്രകാരം അന്നത്തെ പ്രസിഡന്റായ ശങ്കർ ദയാൽ ശർമ്മ പെട്ടെന്ന് പാർലമെന്റ് കൂടി ഒരു നിയമം സൃഷ്ടിക്കാൻ പറ്റത്തില്ലല്ലോ. പെട്ടെന്ന് പാർലമെന്റ് കൂടി ഒരു നിയമം സൃഷ്ടിച്ച് പാസ്സാക്കി എടുത്ത് പ്രസിഡന്റിന്റെ ഒപ്പുവാങ്ങി അത് പ്രാബല്യത്തിൽ കൊണ്ടുവരാൻ സമയമെടുക്കും. അപ്പോൾ അന്ന് പാർലമെന്റ് കൂടിയിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു ദിവസം അടിയന്തരമായിട്ട് 28 സെപ്റ്റംബർ 1993 നിയമത്തിന് പകരം ഓർഡിനൻസ് പുറത്തിറക്കി. നിയമത്തിന്റെ അതേ കാഴ്ചപ്പാടോടുകൂടി തന്നെ ഓർഡിനൻസിനെ നമ്മൾ കാണുന്നു. ഈ ഒരു ഓർഡിനൻസ് പുറത്തിറക്കിയതിനു ശേഷം
ഇത് അംഗീകരിച്ച് കിട്ടുന്നതിലേക്കായി ഇതിന്റെ അതേ ഡിറ്റോ കോപ്പിയായ ഒരു ബില്ല് എന്ത് ചെയ്തു, പാർലമെന്റിൽ അവതരിപ്പിച്ചു. ലോക്സഭ 18 ഡിസംബർ 93 ഇത് പാസാക്കി. രാജ്യസഭ 22 ഡിസംബർ 93 പാസാക്കി. ശേഷം പ്രസിഡന്റിന്റെ അംഗീകാരം ലഭിച്ചതോ 8 ജനുവരി 94. എന്നാൽ ഈ ഒരു നിയമം മുൻകാല പ്രാബല്യത്തോടുകൂടി ഓർഡിനൻസ് പുറപ്പെടുവിച്ച 28 സെപ്റ്റംബർ 93 തന്നെ നിലവിൽ വരുത്തുകയും ചെയ്തു എന്നുള്ള കാര്യമാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അപ്പോ ശ്രദ്ധിക്കണം, മനുഷ്യാവകാശ സംരക്ഷണ ഓർഡിനൻസ് പ്രസിഡന്റ് പുറപ്പെടുവിച്ച് നിലവിൽ വന്നത് 28 സെപ്റ്റംബർ 1993. ഈ ഒരു ഡേറ്റ് മാത്രമേ നിങ്ങൾ ഈ ഒരു നിയമവുമായി ബന്ധപ്പെട്ട് പഠിക്കേണ്ടതായിട്ടുള്ളൂ. ഈ ഒരു നിയമത്തിൽ ആകെ അധ്യായങ്ങളുടെ എണ്ണം ചാപ്റ്റേഴ്സ് 8 എണ്ണമാണ്. എന്നാൽ ഈ ഒരു നിയമം 2 തവണ ഭേദഗതി ചെയ്യപ്പെട്ടിട്ടുണ്ട്. എന്നൊക്കെയാണ് 2006-ലും 2019-ലും. 2006-ൽ ഭേദഗതി ചെയ്യപ്പെട്ടത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയല്ല. എന്നാൽ 2019-ലെ നിയമ ഭേദഗതി നമ്മൾ വളരെ പ്രാധാന്യത്തോടു കൂടി പഠിക്കണം. ഓക്കെ, നിയമപ്രകാരം, അതായത് നമ്മുടെ 93-ലെ മനുഷ്യാവകാശ സംരക്ഷണ നിയമപ്രകാരം ഇന്ത്യയിൽ രൂപവൽക്കരിക്കപ്പെട്ട നിയമാനുസൃത സ്ഥാപനങ്ങൾ അഥവാ സ്റ്റാറ്റ്യൂട്ടറി ബോഡീസ് ഏതൊക്കെയാണെന്ന് നോക്കാം. 1. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ. 2. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ. 3. മനുഷ്യാവകാശ കോടതികൾ. ഇവിടെ ശ്രദ്ധിക്കണം, മനുഷ്യാവകാശ കമ്മീഷൻ എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ അഥവാ ഭരണഘടനാ സ്ഥാപനമല്ല. ഭരണഘടനയിൽ ഒരിടത്ത് പോലും മനുഷ്യാവകാശ കമ്മീഷനെ പറ്റി പ്രതിപാദിക്കുന്നില്ല. അത്തരത്തിലൊരു ആർട്ടിക്കിൾ ഇല്ലാതാണ്. എന്നാൽ മനുഷ്യാവകാശവുമായി ബന്ധപ്പെടുത്തി പാർലമെന്റിൽ അവതരിപ്പിച്ച 1993-ലെ മനുഷ്യാവകാശ സംരക്ഷണ നിയമത്തിലൂടെ രൂപവൽക്കരിക്കപ്പെട്ട സ്ഥാപനമായതുകൊണ്ടാണ് നിയമാനുസൃത സ്ഥാപനം. ഒരു നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ രൂപപ്പെട്ടു, അതുകൊണ്ട് നിയമാനുസൃത സ്ഥാപനം അഥവാ സ്റ്റാറ്റ്യൂട്ടറി ബോഡി എന്ന് മനുഷ്യാവകാശ കമ്മീഷനെ നമ്മൾ വിളിക്കുന്നു. അപ്പോ 93-ലെ ഈ നിയമം അടിസ്ഥാനപ്പെടുത്തി ഇന്ത്യയിൽ രൂപവൽക്കരിക്കപ്പെട്ട നിയമാനുസൃത സ്ഥാപനങ്ങൾ എത്ര എന്ന് ചോദിച്ചാൽ 3. 1. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ. മറ്റൊന്ന് സംസ്ഥാനങ്ങളിൽ മനുഷ്യാവകാശ കമ്മീഷൻ. 3. മനുഷ്യാവകാശ കോടതികൾ, ഹ്യൂമൻ റൈറ്റ്സ് കോർട്ട്. ഇത് ഒരു സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിലും മനുഷ്യാവകാശ കോടതികൾ ഉണ്ടായിരിക്കണമെന്നുള്ളതാണ് പരാമർശം. ഓക്കെ, അപ്പോൾ അത് നിർബന്ധമാണ്. ഈ 3 കാര്യങ്ങൾ നമ്മൾ ഓർത്തു. ഇനി നമ്മൾ നോക്കുന്നത് 2019-ലെ, അതായത് 1993-ലെ ഈ ഒരു നിയമത്തിൽ മാറ്റങ്ങൾ വേണം, കാതലായ മാറ്റങ്ങൾ വേണം എന്നതിന്റെ അടിസ്ഥാനത്തിൽ 2019-ൽ ഒരു ഭേദഗതി കൊണ്ടുവന്നു. ഭേദഗതി എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, ഭേദഗതി എന്ന് പറഞ്ഞാൽ നമ്മൾ പറയാറില്ല, ചില കാര്യങ്ങൾ ഭേദഗതി ചെയ്യുക എന്ന് പറഞ്ഞാൽ മാറ്റം വരുത്തുക. കാര്യമായ മാറ്റങ്ങൾ ഭേദഗതിയിലൂടെ കൊണ്ടുവരാൻ സാധിക്കും. ഒരു നിയമം സൃഷ്ടിച്ചു കഴിഞ്ഞാൽ കാലത്തിനനുസരിച്ച് ആ നിയമത്തിൽ മാറ്റം കൊണ്ടുവരണമെങ്കിൽ ആ നിയമവുമായി ബന്ധപ്പെട്ട ഭേദഗതി ബില്ല് ആദ്യം പാർലമെന്റിൽ അവതരിപ്പിക്കണം. ഇങ്ങനെ ലോക്സഭയിൽ ഭേദഗതി ബില്ല് കേന്ദ്ര ആഭ്യന്തരമന്ത്രിയായ അമിത്ഷാ അന്ന് അവതരിപ്പിച്ചു. ഓക്കെ, അപ്പൊ അമിത്ഷാ അവതരിപ്പിച്ച വർഷം ദിവസം ഉൾപ്പെടെ കേരള PSC ചോദിച്ചിട്ടുണ്ട് 8 ജൂലൈ 2019. പക്ഷെ അത് അന്ധകാലത്തിൽ 2019-20 കാലഘട്ടത്തിൽ അതൊരു പ്രധാനപ്പെട്ട ചോദ്യം, കറണ്ട് അഫെയർ ആയിരുന്നതുകൊണ്ട് നമുക്ക് അത് ഓർത്തിരിക്കാം അല്ലെ. ഓക്കെ, എന്നാൽ ഇമ്പോർട്ടന്റ് അല്ല. ഓക്കെ, ഇന്ന് ഇമ്പോർട്ടന്റ് അല്ല. 2019-ലെ കറണ്ട് അഫെയർ അല്ലേ. ലോക്സഭ പാസ്സാക്കിയത് 19 ജൂലൈ 2019. രാജ്യസഭ പാസ്സാക്കിയത് 22 ജൂലൈ 2019. പ്രസിഡന്റ് ഒപ്പുവെച്ചത് 27 ജൂലൈ 2019. എന്നാൽ നിയമപ്രാബല്യത്തിൽ വന്നത് 2 ആഗസ്റ്റ് 2019. ഇവിടെ ശ്രദ്ധിക്കണം, കേരള PSC എടുത്തു ചോദിച്ചിട്ടുള്ളത് ഒന്നേ ഉള്ളൂ. എന്ത് എടുത്തു ചോദിക്കാം? അതായത് ലോക്സഭയിൽ ഇത് അവതരിപ്പിച്ചത് എന്ന് ആര്? അമിത്ഷാ എന്ന് 8 ജൂലൈ 2019. ബാക്കിയുള്ള ഡേറ്റുകളൊന്നും അത്ര പ്രാധാന്യം അർഹിക്കപ്പെടുന്നില്ല. അതുകൊണ്ട് നോട്ടിന്റെ പൂർണ്ണതയ്ക്ക് വേണ്ടി നിങ്ങൾ ഒന്ന് വായിച്ചു വെക്കുക. ഓക്കെ, വായിച്ചു വെക്കുക, ദാറ്റ്സ് ഓൾ. അപ്പോ ശ്രദ്ധിക്കണം, 8 ജൂലൈ 2019 അമിത്ഷാ. ഓക്കെ, ബാക്കിയുള്ള തീയതികൾ നിങ്ങൾ സ്ട്രെസ് കൊടുക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ഇന്നത്തെ സാഹചര്യത്തിൽ അത് ആവശ്യം വരുന്നില്ല. എന്നാൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ രൂപവൽക്കരിക്കപ്പെടുന്നതിന് കാരണമായ നിയമമാണ് 93-ലെ മനുഷ്യാവകാശ സംരക്ഷണ നിയമം. ദേശീയ മനുഷ്യാവകാശത്തിന്റെ ഘടനയിൽ തന്നെ മാറ്റം വരുത്തിയ 2019-ലെ ഭേദഗതി നിയമത്തെക്കുറിച്ചും അതിലെ ചില കണ്ടന്റുകൾ, ഫാക്റ്റുകൾ നമ്മൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. ഉദാഹരണത്തിന്
93 നിയമപ്രകാരം ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ എന്ന നിയമാനുസൃത സ്ഥാപനം നിലവിൽ വന്നത് എന്ന് സ്ഥിരം എല്ലാ വർഷവും എല്ലാ കൊല്ലവും ഓരോ 5 പരീക്ഷകളിൽ ഒരു ചോദ്യം ഇതാണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ രൂപവൽക്കരിക്കപ്പെട്ടത് 12th October 1993. 12th October 1993. ആസ്ഥാനം മാനവ് അധികാർ ഭവൻ ന്യൂഡൽഹി. മാനവ് അധികാർ ഭവൻ ന്യൂഡൽഹി. 1993 മനുഷ്യാവകാശ സംരക്ഷണ നിയമത്തിലെ അധ്യായം 2 ആകെ മൊത്തം 8 അധ്യായങ്ങളാണ് ഉള്ളത്. അതിൽ രണ്ടാമത്തെയും മൂന്നാമത്തെയും അധ്യായങ്ങളാണ് വളരെ പ്രധാനം. രണ്ടാമത്തെ അധ്യായം മനുഷ്യാവകാശ കമ്മീഷന്റെ രൂപവൽക്കരണവുമായി ബന്ധപ്പെട്ടിരിക്കുന്നുവെങ്കിൽ മൂന്നാമത്തെ അധ്യായം മനുഷ്യാവകാശ കമ്മീഷന്റെ ചുമതലകളും പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അപ്പോ അധ്യായം 2 വകുപ്പ് 3 പ്രകാരമാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ രൂപവൽക്കരിക്കപ്പെട്ടത്. ഇനി ഞാൻ പറഞ്ഞു ദേശീയ ഒരു സ്റ്റേറ്റ്മെന്റ് ചോദ്യം വരികയാണ്. നമ്മുടെ രാജ്യത്ത് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ രൂപവൽക്കരിക്കപ്പെടുന്നതിന് കാരണമായ വസ്തുതകളിൽ ശരിയേത്? നമ്പർ 1 93 മനുഷ്യാവകാശ സംരക്ഷണ നിയമം. നമ്പർ 2 പാരീസ് തത്വങ്ങൾ, പാരീസ് പ്രിൻസിപ്പിൾസ് എന്ന് പറയും. ഏറ്റവും പ്രധാനമാണ് 1991 പാരീസിൽ, ഫ്രാൻസിലെ പാരീസിൽ മനുഷ്യാവകാശങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിനും സംരക്ഷിക്കുന്നതിനുമുള്ള ദേശീയ സ്ഥാപനങ്ങളെ കുറിച്ചുള്ള ആദ്യത്തെ അന്താരാഷ്ട്ര ശില്പശാല നടത്തപ്പെടുകയും 93 ഐക്യരാഷ്ട്രസഭയുടെ പൊതുസഭ ഇത് അംഗീകരിക്കുകയും ചെയ്തു. ഇതുകൂടി അടിസ്ഥാനപ്പെടുത്തിയാണ് നമ്മുടെ രാജ്യത്ത് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ രൂപവൽക്കരിക്കപ്പെട്ടത്. അപ്പൊ ശ്രദ്ധിക്കണം, 91 പാരീസ് തത്വങ്ങൾ, അതായത് പാരീസ് പ്രിൻസിപ്പിൾസ് എന്ന് പറയും. 91 പാരീസ് പ്രിൻസിപ്പിൾസ് കൂടി അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് നമ്മുടെ രാജ്യത്ത് ഇത്തരത്തിൽ ഒരു മനുഷ്യാവകാശ സ്ഥാപനം തന്നെ രൂപവൽക്കരിക്കപ്പെടുന്നതിന് കാരണമായത്. അപ്പോൾ 2 കാരണങ്ങളുണ്ട്. 1 93 നിയമം, 2 91 പാരീസ് തത്വങ്ങൾ. പാരീസ് തത്വങ്ങൾ 93 യുണൈറ്റഡ് നേഷൻസിന്റെ ജനറൽ അസംബ്ലി പൊതുസഭ അംഗീകരിക്കുകയും ചെയ്തതോടുകൂടി അതിന് ലോകമെമ്പാടും ഒരു അക്സെപ്റ്റൻസ് കിട്ടി. അപ്പോൾ ഈ 2 കാര്യങ്ങളും ശരിയാണെന്നുള്ള കാര്യം മനസ്സിൽ വേണം. ഇനി രാജ്യത്തെ മനുഷ്യാവകാശങ്ങളുടെ കാവൽക്കാരൻ എന്നറിയപ്പെടുന്നു ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ. അപ്പോൾ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ രാജ്യത്തെ മനുഷ്യാവകാശങ്ങളുടെ കാവൽക്കാരനാണ്. സംസ്ഥാന തലത്തിൽ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ. ഇനി കമ്മീഷന്റെ ഘടന വളരെ ഇമ്പോർട്ടന്റ് ആണ്. കമ്മീഷന്റെ ഘടനയെ തന്നെ മാറ്റിമറിക്കുന്ന ഒരു ഭേദഗതിയാണ് 2019 സംഭവിച്ചത്. അപ്പൊ നമുക്ക് നോക്കാം, നിലവിൽ ആരൊക്കെയാണ് ഇതിലുള്ളത്? ഒരു ചെയർപേഴ്സണും 5 മറ്റംഗങ്ങൾ. ഞാനിവിടെ പഠിപ്പിക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കണം. ഞാൻ ഇവിടെ പഠിപ്പിക്കുമ്പോൾ ശ്രദ്ധിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, നമുക്കൊരു ഫോർമാറ്റ് ഉണ്ട്. ആകെ എത്ര അംഗങ്ങൾ എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ മനസ്സിൽ ചിന്തിക്കും, അയ്യോ ചെയർമാനെയും കൂടെ ഉൾപ്പെടുത്തിയിട്ടാണോ ചോദിച്ചിരിക്കുന്നേ എന്ന് നമ്മൾ മനസ്സിൽ കരുതും. ചെയർമാൻ ഉൾപ്പെടെയാണോ ചെയർമാൻ ഇല്ലാതെയാണോ? അവിടെ കൺഫ്യൂഷനാണ്. നമ്മൾ പഠിച്ചതും ചെയർമാൻ ഉൾപ്പെടെയാണോ ചെയർമാൻ അല്ലാതെയാണോ എന്ന ചിന്ത. പക്ഷെ ഇവിടെ നമുക്കൊരു ഫോർമാറ്റ് ഉണ്ട്. ചെയർമാൻ പ്ലസ് ഇത്ര എന്നുള്ള രീതിയിൽ നമ്മൾ പഠിക്കത്തുള്ളൂ. അപ്പോ ആകെ അംഗങ്ങൾ എന്ന് പറയുമ്പോൾ ഒരു ചെയർപേഴ്സൺ അഥവാ ചെയർമാൻ പ്ലസ് 5 മറ്റ് അംഗങ്ങൾ. ആകെ മൊത്തം എത്ര? 6 പേർ. ആകെ മൊത്തം എത്ര? 6 പേർ. അപ്പൊ ശ്രദ്ധിക്കണം, ഇതിൽ ആകെ എത്ര പേരുണ്ട്? 6 പേരുണ്ട്. ഒരു ചെയർപേഴ്സൺ പ്ലസ് 5 മറ്റ് അംഗങ്ങൾ. ചെയർപേഴ്സൺ പദവിയിലേക്ക് വരാൻ എന്താ വേണ്ടത്? നിങ്ങൾ സുപ്രീം കോടതിയിലേക്ക് നോക്കൂ. സുപ്രീം കോടതിയിൽ നിന്നും റിട്ടയർ ചെയ്യപ്പെട്ട ഒരു ചീഫ് ജസ്റ്റിസോ റിട്ടയർ ചെയ്യപ്പെട്ട ഒരു ജഡ്ജിക്കോ ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ചെയർപേഴ്സൺ പദവിയിലേക്ക് വരാം. ഏറ്റവും പ്രധാനപ്പെട്ട പരമപ്രധാനമായ ഒരു കാര്യമാണ്. സുപ്രീം കോടതിയിലേക്ക് നോക്കൂ. സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസ്, റിട്ടയർഡ് ചീഫ് ജസ്റ്റിസ്, സുപ്രീം കോടതിയിലെ റിട്ടയർഡ് ജഡ്ജി എന്നിവർക്ക് ഈ പറയുന്ന ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ചെയർപേഴ്സൺ പദവിയിലേക്ക് വരാം. ഇതിനു മുന്നേ ഉണ്ടായിരുന്ന 93 നിയമപ്രകാരം റിട്ടയർഡ് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിന് മാത്രമേ ഈ പദവിയിലേക്ക് വരാൻ സാധിക്കുകയുള്ളൂ. ഓക്കെ, അപ്പോ ഈ ഒരു നിയമത്തിൽ 2019 ഭേദഗതി വരുത്തിക്കൊണ്ട് സുപ്രീം കോടതിയിലെ റിട്ടയർഡ് ചീഫ് ജസ്റ്റിസിന് മാത്രമല്ല റിട്ടയർഡ് ജഡ്ജിക്കും ഈ പദവിയിലേക്ക് കയറി വരാം. ആരൊക്കെയാണ് മറ്റ് 5 അംഗങ്ങൾ നോക്കാം. സുപ്രീം കോടതി ജഡ്ജി. ശ്രദ്ധിക്കണം, ബാക്കി 5 അംഗങ്ങളിൽ ഒരാൾ സുപ്രീം കോടതി ജഡ്ജി. അത് വേണമെങ്കിൽ റിട്ടയർഡ് ജഡ്ജിയുമാകാം, നിലവിൽ സെർവ് ചെയ്തുകൊണ്ടിരിക്കുന്ന നിലവിൽ ആ സ്ഥാനത്തിരിക്കുന്ന വ്യക്തിക്കുമാകാം. ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ്
അത് വേണമെങ്കിൽ റിട്ടയർഡ് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസുമാകാം, നിലവിൽ ആ സ്ഥാനത്തിരിക്കുന്ന ഒരു വ്യക്തിക്കുമാകാം. മനുഷ്യാവകാശങ്ങളെ കുറിച്ച് അറിവുള്ള 3 അംഗങ്ങൾ 93 നിയമപ്രകാരം മനുഷ്യാവകാശ പ്രവർത്തനങ്ങളെ കുറിച്ച് അറിവുള്ള 2 അംഗങ്ങളായിരുന്നു കമ്മീഷനിൽ ഉണ്ടായിരുന്നത്. എന്നാൽ ഭേദഗതി നിയമപ്രകാരം ഇത് 3 ആക്കി. അതിൽ ഒരാൾ സ്ത്രീ ആയിരിക്കണം. ഇപ്പൊ നിങ്ങൾ കണ്ണടച്ചൊന്ന് പഠിച്ചു നോക്കിയേ, ഇതിന്റെ കൂടെ തന്നെ ഒന്ന് പഠിച്ചു നോക്കിയേ, എന്റെ കൂടെ തന്നെ ഒന്ന് പഠിച്ചു നോക്കിയേ. എത്ര പേരുണ്ട്? 6 പേരുണ്ട്. ഒരു ചെയർപേഴ്സൺ പ്ലസ് 5 മറ്റു അംഗങ്ങൾ. ചെയർപേഴ്സൺ എന്ന് പറയുന്നത് എവിടെയാ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്? സുപ്രീം കോടതിയിലേക്ക്. സുപ്രീം കോടതിയുടെ റിട്ടയർഡ് ചീഫ് ജസ്റ്റിസ് അല്ലെങ്കിൽ റിട്ടയർഡ് ജഡ്ജിക്ക് ചെയർപേഴ്സൺ പദവിയിലേക്ക് വരാം. മറ്റ് 5 അംഗങ്ങൾ ആരൊക്കെയാണ്? മറ്റഞ്ചംഗങ്ങൾ ആരൊക്കെയാണ്? ചീഫ് ജസ്റ്റിസ് കഴിഞ്ഞാൽ തൊട്ട് താഴെ വരുന്നത് സുപ്രീം കോടതിയുടെ ജഡ്ജിയാണ്, റിട്ടയർഡ് അല്ലെങ്കിൽ സെർവിങ്. അത് കഴിഞ്ഞാൽ അതിന്റെ ഈക്വൽ വെയിറ്റേജ് ഉള്ള ഹൈക്കോടതികളിലെ ചീഫ് ജസ്റ്റിസുമാരാണ്, റിട്ടയർഡ് അല്ലെങ്കിൽ സെർവിങ്. ഇവിടെ ശ്രദ്ധിക്കുക, ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ ഹൈക്കോടതികളെ ജഡ്ജിമാർക്ക് യാതൊരുവിധ വേക്കൻസിയും ഇല്ല എന്നുള്ള കാര്യം ഓർത്തിരിക്കാം. ശ്രദ്ധിക്കണം, സംസ്ഥാന ഹൈക്കോടതികളിലെ ജഡ്ജിമാർക്ക് ഇവിടെ എന്തില്ല? റോൾ ഇല്ല എന്നുള്ളത് വിചാരിക്കുക. എന്നാൽ സംസ്ഥാന ഹൈക്കോടതികളിലെ ചീഫ് ജസ്റ്റിസുമാർക്ക്, അത് റിട്ടയർഡ് ആയിക്കോട്ടെ നിലവിൽ സെർവ് ചെയ്യുന്നവരായിക്കോട്ടെ, അവർക്ക് 5 അംഗങ്ങളിൽ ഒരാളായിട്ട് മാറാം. അപ്പൊ 1 + 5 6 ഓക്കെ. സുപ്രീം കോടതിയിലെ സിറ്റിംഗ് ജഡ്ജിയെയോ ഏതെങ്കിലും ഹൈക്കോടതിയിലെ സിറ്റിംഗ് ചീഫ് ജസ്റ്റിസിനെയോ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസുമായി കൂടിയാലോചിച്ചതിനു ശേഷം മാത്രമേ നിയമിക്കാൻ കഴിയുള്ളൂ. അത് സ്വാഭാവികമായിട്ടും നിലവിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന വ്യക്തികളെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അംഗങ്ങളാക്കണമെങ്കിൽ സ്വാഭാവികമായിട്ടും സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനോട് ചോദിച്ചിരിക്കണം. എന്നാൽ നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ, സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിന്, നിലവിലെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിന് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ ആകാൻ സാധിക്കുമോ? ചെയർപേഴ്സൺ ആകാൻ സാധിക്കുമോ? ഇല്ല. അതിനെന്താണ്? ചെയർപേഴ്സൺ എന്ന് പറയുന്നത് റിട്ടയർഡ് വ്യക്തിയായിരിക്കണം. സുപ്രീം കോടതിയിൽ നിന്നും ചീഫ് ജസ്റ്റിസ് ആയിട്ടോ ജഡ്ജി ആയിട്ടോ റിട്ടയർ ചെയ്യപ്പെട്ട ഒരു വ്യക്തിയായിരിക്കണം. ഓക്കെ. ഇനി ഈ കമ്മീഷനിൽ 7 എക്സ് ഒഫീഷ്യോ അംഗങ്ങളുണ്ട്. 7 എക്സ് ഒഫീഷ്യോ അംഗങ്ങളുണ്ട്. ഓക്കെ. അപ്പോ കമ്മീഷനിൽ ആകെ അംഗങ്ങൾ ഒരു ചെയർപേഴ്സൺ പ്ലസ് 5 മറ്റ് അംഗങ്ങൾ. ഇവരാണ് സ്ഥിരമായ അംഗങ്ങൾ എന്ന് പറയുന്നത്. ഇനി മറ്റ് കമ്മീഷനിൽ ചെയർപേഴ്സൺ ആയി ജോലി നോക്കുന്ന അല്ലെങ്കിൽ നിലനിൽക്കുന്ന വ്യക്തികളെ എക്സ് ഒഫീഷ്യോ അംഗങ്ങളായിട്ട് ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. അതായത് ഫോർ എക്സാമ്പിൾ ദേശീയ പട്ടികജാതി കമ്മീഷന്റെ ചെയർപേഴ്സൺ, അദ്ദേഹത്തിന്റെ ഒഫീഷ്യൽ പോസ്റ്റ് എന്താ? ദേശീയ പട്ടികജാതി കമ്മീഷന്റെ ചെയർപേഴ്സൺ എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ഒഫീഷ്യൽ പോസ്റ്റ്. അങ്ങനെ ഒരു ഒഫീഷ്യൽ പോസ്റ്റിൽ ഇരിക്കുന്ന വ്യക്തികളെ മറ്റൊരു കമ്മീഷന്റെ ഭാഗമായിട്ട് കൊണ്ടുവരുമ്പോൾ അവിടെ എക്സ് ഒഫീഷ്യോ പോസ്റ്റ് ആയിട്ടാണ് നൽകുന്നത്. എക്സ് ഒഫീഷ്യോ പോസ്റ്റ്. ഓക്കെ. അപ്പൊ അങ്ങനെ വരുമ്പോൾ ആ കമ്മീഷനിൽ ആകെ മൊത്തം എക്സ് ഒഫീഷ്യോ പോസ്റ്റുകളുടെ എണ്ണം 7 എണ്ണമാണ്. എക്സ് ഒഫീഷ്യോ അംഗങ്ങളുടെ എണ്ണം 7 എണ്ണമാണ്. ഭേദഗതി വരുന്നതിന് മുന്നേ 4 എണ്ണമായിരുന്നു. 4 പേരായിരുന്നു എക്സ് ഒഫീഷ്യോ അംഗങ്ങൾ. ആരൊക്കെയായിരുന്നു? ദേശീയ പട്ടികജാതി കമ്മീഷന്റെ ചെയർപേഴ്സൺ, ദേശീയ പട്ടികവർഗ കമ്മീഷന്റെ ചെയർപേഴ്സൺ, ദേശീയ വനിതാ കമ്മീഷന്റെ ചെയർപേഴ്സൺ, ദേശീയ ന്യൂനപക്ഷ കമ്മീഷന്റെ ചെയർപേഴ്സൺ. ഇവര് 4 പേരുമായിരുന്നു മുന്നേ ഉണ്ടായിരുന്ന 4 എക്സ് ഒഫീഷ്യോ അംഗങ്ങൾ. എന്നാൽ 2019 ഭേദഗതി നിയമപ്രകാരം 3 പേരെ കൂടി ഇതിലേക്ക് കൂട്ടിച്ചേർത്തു. ഒന്ന് എന്താണ്? ദേശീയ പിന്നാക്ക വിഭാഗ കമ്മീഷന്റെ ചെയർപേഴ്സൺ, ദേശീയ ബാലാവകാശ കമ്മീഷന്റെ ചെയർപേഴ്സൺ, ദേശീയ ഭിന്നശേഷി കമ്മീഷന്റെ ചെയർപേഴ്സൺ അല്ല, അതിനെ അറിയപ്പെടുന്നത് ചീഫ് കമ്മീഷണർ എന്നാണ്. അപ്പോ ഈ 7 പേരും, അതായത് 4 എന്നുള്ളത് 3 പേരെയും കൂടെ കൂട്ടിച്ചേർത്തുകൊണ്ട് 2019 ഭേദഗതി നിയമം തയ്യാറാക്കപ്പെട്ടു. അപ്പൊ ആരൊക്കെയാണ്? നാഷണൽ SC കമ്മീഷൻ, നാഷണൽ ST കമ്മീഷൻ, നാഷണൽ വിമൻ കമ്മീഷൻ, നാഷണൽ മൈനോറിറ്റീസ് കമ്മീഷൻ ന്യൂനപക്ഷം, നാഷണൽ ബാക്ക്വേർഡ് കമ്മീഷൻ പിന്നാക്ക വിഭാഗം, നാഷണൽ ചൈൽഡ് റൈറ്റ്സ് കമ്മീഷൻ അല്ലെ, ദേശീയ ബാലാവകാശ കമ്മീഷൻ. അതുപോലെ തന്നെ ഈ പറയുന്ന പേഴ്സൺസ് വിത്ത് ഡിസബിലിറ്റിക്ക് വേണ്ടിയിട്ട് ഒരു കമ്മീഷൻ ഉണ്ട്. ആ കമ്മീഷന്റെ ചീഫ് കമ്മീഷണർ. ഈ 7 പേരും ചേരുന്നതാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിലെ 7 എക്സ് ഒഫീഷ്യോ അംഗങ്ങൾ എന്ന് പറയുന്നത്. അപ്പോ ഭേദഗതി നിയമത്തിലൂടെ 4 എന്നുള്ളത് 7ലേക്ക് വന്നു. 3 പേരെ കൂടി എക്സ്ട്രാ ആയിട്ട് ആഡ് ചെയ്തു. ആ 3 പേര് ആരൊക്കെയാണെന്നുള്ളത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇനി ഇവരെ, അതായത് ചെയർപേഴ്സണെ മറ്റ് അംഗങ്ങളെ നിയമിക്കുന്നത് ആരാ?
പ്രസിഡന്റ് ആണ്. ചെയർപേഴ്സണെ മറ്റംഗങ്ങളെ നിയമിക്കുന്നത് പ്രസിഡന്റ് ആണ്. ഏറ്റവും പ്രധാനം എന്ന് പറയട്ടെ, ഈ പറയുന്ന ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെ അല്ലെങ്കിൽ കമ്മീഷൻ അംഗങ്ങളെ നിയമിക്കുന്നത് പ്രസിഡന്റ് ആണ്. അദ്ദേഹം ഒരു കമ്മിറ്റിയിൽ നിന്നും, ഒരു തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയിൽ നിന്നും ശുപാർശ വാങ്ങിയതിനു ശേഷം അതിന്റെ അടിസ്ഥാനത്തിലാണ് നിയമിക്കുന്നത്. അതായത് പ്രധാനമന്ത്രി അധ്യക്ഷനായിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഉണ്ട്. ആ തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിലെ ചെയർപേഴ്സണെയും മറ്റംഗങ്ങളെയും കണ്ടെത്തി ശുപാർശ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ആരാണോ അപ്പോയിന്റ് ചെയ്യുന്നത്, നമ്മൾ ആരാണോ, നമുക്കൊരു ജോലി കിട്ടിയെങ്കിൽ നമ്മുടെ അപ്പോയിന്റിംഗ് അതോറിറ്റി ആരാണോ അവരുടെ സീല് നമ്മുടെ അപ്പോയിന്റ്മെന്റ് ലെറ്ററിൽ കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ റെസിഗ്നേഷൻ കൊടുക്കുമ്പോഴും അദ്ദേഹത്തിന് തന്നെ കൊടുക്കണം. ഓക്കെ, ഇനി തെളിയിക്കപ്പെട്ട മോശം പെരുമാറ്റത്തിന്റെയോ കഴിവില്ലായ്മയുടെ അടിസ്ഥാനത്തിൽ ചെയർപേഴ്സണെയോ മറ്റംഗങ്ങളെയോ പ്രസിഡന്റിന് പുറത്താക്കാം. പക്ഷേ പ്രസിഡന്റ് വിഷയം സുപ്രീം കോടതിയിലേക്ക് റഫർ ചെയ്യേണ്ടതുണ്ട്. സുപ്രീം കോടതിയുടെ അന്വേഷണ പ്രകാരമുള്ള മറുപടിയുടെ അടിസ്ഥാനത്തിൽ മാത്രമേ പ്രസിഡന്റിന് തീരുമാനമെടുക്കുവാൻ സാധിക്കുകയുള്ളൂ. ഇനി ചെയർപേഴ്സണും മറ്റ് അംഗങ്ങളുടെയും കാലാവധി എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഈ പറയുന്ന 2019 ഭേദഗതി നിയമം നിലവിൽ വരുന്നതിന് മുന്നേ ആയിട്ട് ഇവരുടെ കാലാവധി എന്ന് പറയുന്നത് 5 വർഷമായിരുന്നു. ഇതിപ്പോ എന്താക്കി മാറ്റി, 5 വർഷം അല്ലെങ്കിൽ 70 വയസ്സ് എന്നുള്ളത് 2019 ഭേദഗതി നിയമത്തിന് ശേഷം 5 എന്നുള്ളത് 3 വർഷമാക്കി ചുരുക്കി. 3 വർഷം അല്ലെങ്കിൽ 70 വയസ്സ് ഏതാണോ ആദ്യം സംഭവിക്കുക, ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ അദ്ദേഹം ഈ പറയുന്ന കമ്മീഷനിൽ അംഗമായി അല്ലെങ്കിൽ ചെയർപേഴ്സണായി അദ്ദേഹത്തിന്റെ ജീവിത കാലഘട്ടത്തിൽ, ആ ഒരു ഒഫീഷ്യൽ ഔദ്യോഗിക ജീവിത കാലഘട്ടത്തിൽ ആദ്യം 3 വർഷമാണോ അതോ അദ്ദേഹത്തിന്റെ 70 വയസ്സാണോ ആദ്യം സംഭവിക്കുക, അപ്പോഴേക്കും അദ്ദേഹം പടിയിറങ്ങിക്കോളണം. കമ്മീഷനിലെ അംഗങ്ങൾ വീണ്ടും നിയമനത്തിന് അർഹരായിരിക്കും. അതായത് ഈ ഒരു 56 വയസ്സുള്ള ഒരു വ്യക്തി ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ അംഗമായാൽ സ്വാഭാവികമായിട്ടും ആദ്യ 3 വർഷം അദ്ദേഹത്തിന് അവിടെ നിൽക്കാം. വീണ്ടും അദ്ദേഹത്തിന് ഹി ഈസ് എലിജിബിൾ ഫോർ റീ അപ്പോയിന്റ്മെന്റ്, വീണ്ടും അദ്ദേഹത്തിന് പുനർനിയമനത്തിന് അധികാരമുണ്ട്, അവകാശമുണ്ട്. മുന്നേ ഉണ്ടായിരുന്ന നിയമത്തിൽ, അതായത് 2019 ഭേദഗതി നിയമം നിലവിൽ വരുന്നതിന് മുന്നേ ആയിട്ട് പുനർനിയമനം എന്ന് പറയുന്നത് അടുത്തൊരു 5 വർഷത്തേക്ക് നൽകിയിരുന്നു. അടുത്തൊരു 5 വർഷത്തേക്ക് പുനർനിയമനം. എന്നാൽ 2019 ഭേദഗതി നിയമം നിലവിൽ വന്നതിന് ശേഷം പുനർനിയമനമുണ്ട്, പക്ഷെ 5 വർഷം എന്നുള്ളത് ആ ലിമിറ്റ് എടുത്തു കളഞ്ഞു. എന്നാൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളിലെ മറ്റ് ജോലികളിൽ ഇവർക്ക് ഏർപ്പെടുവാൻ സാധിക്കില്ല. ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെ തിരഞ്ഞെടുക്കുന്ന കമ്മിറ്റിയിലെ അംഗങ്ങൾ എന്ന് പറയുന്നത് എത്ര പേരാണ്? 6 പേരാണ് കേട്ടോ. 6 പേരടങ്ങുന്ന ഒരു സെർച്ച് കമ്മിറ്റി, ഒരു തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഉണ്ട്. ആ കമ്മിറ്റിയുടെ അധ്യക്ഷൻ എന്ന് പറയുന്നത് പ്രധാനമന്ത്രിയാണ്. ഓക്കെ, ഇനി കേന്ദ്ര ആഭ്യന്തര മന്ത്രിയുണ്ട് കേട്ടോ. ശ്രദ്ധിക്കണം, എന്തുകൊണ്ടാണ് അമിത്ഷാ 2019 മനുഷ്യാവകാശ സംരക്ഷണ ഭേദഗതി ബില്ല് പാർലമെന്റിൽ അവതരിപ്പിച്ചത്? മനുഷ്യാവകാശവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ഇടപെട്ടിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും മനുഷ്യാവകാശ കമ്മീഷൻ അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നതുമായി ബന്ധപ്പെട്ട തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയിൽ ഒരാളായിരിക്കണമല്ലോ, അല്ലെ? സ്വാഭാവികമായിട്ടും കേന്ദ്ര ആഭ്യന്തര മന്ത്രി ഇതിൽ ഉണ്ട്. ഇനി ഞാനിവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ലോക്സഭ എന്നും രാജ്യസഭ എന്നും വേർതിരിക്കുന്നു. ലോക്സഭയുടെ അധിപൻ ആരാ? സ്പീക്കർ അല്ലേ? ലോക്സഭയുടെ അധിപൻ ആരാ? സ്പീക്കർ അല്ലേ? രാജ്യസഭയുടെ അധിപൻ ആരാ? ചെയർമാൻ അല്ലേ? ചെയർമാൻ എന്ന് പറഞ്ഞാൽ ആരാ? വൈസ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ. ഇനി ശ്രദ്ധിക്കണം, ലോക്സഭയിൽ പ്രതിപക്ഷ നേതാവുണ്ടല്ലോ. ഭരണപക്ഷത്തിന് മാത്രമായിട്ട് ഇവിടെ ഫുൾ റോൾ കളിക്കാൻ പറ്റത്തില്ല. ലോക്സഭയിലെ ഒപ്പോസിഷൻ ലീഡർ, രാജ്യസഭയിലെ ഒപ്പോസിഷൻ ലീഡർ. അപ്പൊ ഈ 4 പേരോടൊപ്പം അധ്യക്ഷനായ പ്രധാനമന്ത്രിയും കേന്ദ്ര ആഭ്യന്തരമന്ത്രിയും ഉണ്ട്. ഇവർ 6 പേരും തെരഞ്ഞെടുക്കുന്ന വ്യക്തികളെ പ്രസിഡന്റ് ശുപാർശയുടെ അടിസ്ഥാനത്തിൽ അംഗീകരിച്ച് അപ്പോയിന്റ് ചെയ്യുന്നു. ഇത്രയേ ഉള്ളൂ. കാലാവധി എന്ന് പറയുന്നത് എത്രയാ? 3 വർഷം അല്ലെങ്കിൽ 70 വയസ്സ്. ഇനി ദേശീയ കമ്മീഷന്റെ, മനുഷ്യാവകാശ കമ്മീഷന്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ എന്ന് പറയുന്നത് സെക്രട്ടറി ജനറൽ ആണ് കേട്ടോ. സെക്രട്ടറി ജനറൽ ആണ്. അതായത് നമ്മുടെ കേന്ദ്ര സർക്കാരിൽ ഏറ്റവും ഉന്നത പോസ്റ്റ്, അതായത് സെക്രട്ടറി തല വകുപ്പിൽ, കേന്ദ്ര സർക്കാരിന് തന്നെ വിവിധ വകുപ്പുകളിൽ സെക്രട്ടറി തലത്തിലുള്ള IAS ഉണ്ടാവുമല്ലോ, അവരാണ്
ഇവിടെ സെക്രട്ടറി ജനറൽ എന്ന പദവിയിലേക്ക് വരുന്നത്. ചെയർപേഴ്സന്റെ നിയന്ത്രണത്തിന് വിധേയമായി എല്ലാ ഭരണപരവും സാമ്പത്തികവുമായ അധികാരങ്ങൾ, അതായത് ജുഡീഷ്യൽ പ്രവർത്തനങ്ങൾ ഒഴികെയുള്ള സാമ്പത്തികവും ഭരണപരവുമായിട്ടുള്ള അധികാരങ്ങൾ വിനിയോഗിക്കാൻ സെക്രട്ടറി ജനറലിന് അവകാശമുണ്ട്. അപ്പോൾ ജുഡീഷ്യൽ സംബന്ധിച്ച അധികാരങ്ങൾ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർപേഴ്സണും അംഗങ്ങൾക്കും പൂർണ്ണമായിട്ടുണ്ട്, ആർക്കും വിട്ടുകൊടുക്കുന്നില്ല. എന്നാൽ അഡ്മിനിസ്ട്രേറ്റീവ് അതുപോലെ തന്നെ ഫിനാൻഷ്യൽ സംബന്ധിച്ച കാര്യങ്ങളിൽ ഇടപെടാൻ ചെയർപേഴ്സന്റെ അനുമതിയോടുകൂടി നിയന്ത്രണത്തോടുകൂടി സെക്രട്ടറി ജനറലിന് സാധ്യമാണ്. ഇനി സ്ഥിരം ചോദ്യമാണ്, ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിക്കുന്നത് ആർക്ക്? കേന്ദ്ര സർക്കാരിന്. കേന്ദ്ര സർക്കാരിന് റിപ്പോർട്ട് സമർപ്പിക്കുകയും തുടർന്ന് കേന്ദ്ര സർക്കാർ അതിൽ വേണ്ട നടപടികൾ എന്തൊക്കെ എടുത്തു എടുത്തില്ല എന്നതിനെ പറ്റിയുള്ള കൃത്യമായ റിപ്പോർട്ട് കേന്ദ്ര സർക്കാർ എവിടെ സമർപ്പിക്കും? പാർലമെന്റിൽ വയ്ക്കും. ഓക്കെ. ഇനി കമ്മീഷൻ നൽകുന്ന ഉപദേശങ്ങൾ, ശുപാർശകൾ എന്നിവ സർക്കാർ നിർബന്ധമായും അംഗീകരിച്ച് പറ്റുമെന്നൊന്നുമില്ല. കമ്മീഷൻ നൽകുന്ന ശുപാർശകളെല്ലാം ശുപാർശയായിട്ട് നിൽക്കും, ഉപദേശങ്ങളെല്ലാം ഉപദേശമായിട്ട് നിൽക്കും. സർക്കാരിന് വേണമെങ്കിൽ അക്സെപ്റ്റ് ചെയ്യാം, വേണ്ടെങ്കിൽ തള്ളിക്കളയാം. ഇനി ഞാൻ ആദ്യമേ പറഞ്ഞു, മനുഷ്യാവകാശ കമ്മീഷൻ രൂപവൽക്കരിക്കപ്പെടുന്നതിന് കാരണമാകുന്ന അധ്യായം ചാപ്റ്റർ 2 ആണ്. എന്നാൽ ചുമതലകളും പ്രവർത്തനങ്ങളും അടിസ്ഥാനപ്പെടുത്തി വരുന്ന അധ്യായം വന്നിട്ട് ചാപ്റ്റർ 3 ആണ്. ഓക്കെ, ചാപ്റ്റർ 3. ഇനി നമുക്ക് നോക്കാം കമ്മീഷന്റെ പ്രവർത്തനങ്ങളാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇതിൽ കമ്മീഷന്റെ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണെന്നുള്ള കേരള PSC ചോദിച്ചിട്ടുണ്ട്. ഞാൻ ഈ പറയുന്ന വാക്കുകളെല്ലാം വാചകങ്ങൾ പറയുന്നതിന് മുന്നേ ഓർമ്മിപ്പിക്കപ്പെടാൻ ഇഷ്ടപ്പെടുന്ന ഒരേ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, രാജ്യത്തെ മനുഷ്യാവകാശ ലംഘനവുമായി ബന്ധപ്പെടുന്ന ഏതൊക്കെ വിഷയങ്ങൾ എവിടെയൊക്കെ ഉണ്ടോ അവിടെയെല്ലാം ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ഇടപെടും. ഇനി ഇടപെടുന്നതിന് മനുഷ്യാവകാശ ലംഘനം നേരിട്ട ഒരു ഇര തന്നെ പരാതി കൊടുക്കണമെന്നില്ല. ആ ഇരയുടെ ഏറ്റവും അടുത്ത വ്യക്തിയോ ബന്ധുവോ അല്ലെങ്കിൽ അടുപ്പമില്ലാത്ത ഏതെങ്കിലും, ഫോർ എക്സാമ്പിൾ ഒരു വൃദ്ധയായ സ്ത്രീ സ്വന്തം മക്കളാൽ മർദ്ദനമേറ്റു വരുന്ന ഒരു വീഡിയോ കുറച്ചു നാൾ മുന്നേ സമൂഹ മാധ്യമത്തിൽ വൈറലായി. തുടർന്ന് ആ സ്ത്രീയുമായി ബന്ധമില്ലാത്ത ആളുകൾ പോലും പരാതി നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ശ്രദ്ധയിൽപ്പെടുകയും ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ കേസ് എടുക്കുകയും ചെയ്തു. അപ്പോ ഒരു വ്യക്തി, അദ്ദേഹത്തിന് മനുഷ്യാവകാശ ലംഘനം ഇന്ത്യയിൽ സംഭവിച്ചാൽ ആ വ്യക്തി തന്നെ നേരിട്ട് പരാതി കൊടുക്കണമെന്നില്ല, മറ്റൊരാൾക്ക് അദ്ദേഹത്തിന് വേണ്ടി പരാതി കൊടുക്കാം. അല്ലെങ്കിൽ മനുഷ്യാവകാശ കമ്മീഷന് സോ മോട്ടോ അതായത് സോ മോട്ടോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വമേധ്യ കേസെടുക്കാം. ഇനി കേസെടുത്ത് അന്വേഷണം നടത്തുകയാണ്. ഈ അന്വേഷണത്തിന് വേണ്ടിയിട്ടുള്ള ഉദ്യോഗസ്ഥരെ സർക്കാരിന് വിട്ടു നൽകാം. ശ്രദ്ധിക്കണം, വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. അതായത് കേസെടുക്കാനുള്ള അവകാശമുണ്ട്. കിട്ടിയ പരാതിന്മേൽ അല്ലെങ്കിൽ സ്വയം എടുത്ത പരാതിന്മേൽ അന്വേഷണം നടത്തുവാനുള്ള അധികാരം ആർക്കുണ്ട്? മനുഷ്യാവകാശ കമ്മീഷൻ ഉണ്ട്. അങ്ങനെ അന്വേഷണം നടത്തുമ്പോൾ രാജ്യത്തെ ഒരു സിവിൽ കോടതിക്ക് ലഭിക്കുന്ന എല്ലാ അധികാരവും മനുഷ്യാവകാശ കമ്മീഷൻ ഉണ്ട്. എന്താണ് ഒരു സിവിൽ കോടതി ചെയ്യുന്നത്? സിവിൽ കോടതിയുടെ മുന്നിൽ ഒരു പരാതി ലഭിച്ചു കഴിഞ്ഞാൽ, ഒരു കേസ് ഉണ്ടായി കഴിഞ്ഞാൽ ആ കേസുമായി ബന്ധപ്പെട്ട് അതിൽ പ്രവർത്തിക്കുന്ന ആരോപണ വിധേയരെ കോടതിയിലേക്ക് നേരിട്ട് വിളിച്ചു വരുത്തുവാനും അതായത് സമൻ ചെയ്യുവാനും ആവശ്യമെങ്കിൽ വേണ്ടപ്പെട്ട ഡോക്യുമെന്റുകൾ തെളിവായി ഹാജരാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കൽപ്പനകൾ പുറപ്പെടുവിക്കാം, അല്ലെ? അപ്പോ ഇത് ചെയ്യാതിരിക്കുന്ന ഒരു വ്യക്തിക്കെതിരെ അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിക്കാനുള്ള അധികാരവും ഒരു സിവിൽ കോടതിക്കുണ്ട്. ആണോ അല്ലയോ? അപ്പൊ അത്തരത്തിൽ ഒരു കേസെടുത്ത് അന്വേഷണം നടത്തുന്ന ഘട്ടത്തിൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷന് ഒരു സിവിൽ കോടതിയുടെ എല്ലാ അധികാരങ്ങളും ഉണ്ട്. അന്വേഷണം നടത്തുന്നതിന് വേണ്ടിയിട്ട് ആവശ്യമായ ഉദ്യോഗസ്ഥരെ സർക്കാരിന് വിട്ടു നൽകുവാനും സാധിക്കുന്നതാണ്. എവിടെ? ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിലേക്ക്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ലംഘനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കൃത്യമായ വിവരങ്ങൾ രേഖപ്പെടുത്തിയ ശേഷം ശിക്ഷാ നടപടികൾക്കായിട്ട് ആരിലേക്ക് വിട്ടുകൊടുക്കും? ബന്ധപ്പെട്ട മജിസ്ട്രേറ്റിലേക്ക് വിട്ടുകൊടുക്കും. മജിസ്ട്രേറ്റ് വാദം കേട്ടതിന് ശേഷം ആരോപണ വിധേയർക്കെതിരെ തക്കതായ ശിക്ഷാ നടപടി സ്വീകരിക്കുന്നു. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കണം, കേസെടുക്കാം, അന്വേഷിക്കാം, പക്ഷേ കുറ്റാരോപിതർക്കെതിരെ ശിക്ഷാ നടപടികൾ പുറപ്പെടുവിക്കാനുള്ള അധികാരം ആർക്കില്ല? ദേശീയ മനുഷ്യാവകാശ കമ്മീഷനില്ല. അതുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തന പരിപാടികൾക്ക് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ രേഖാമൂലം ആർക്ക് സമർപ്പിക്കും? ബന്ധപ്പെട്ട മജിസ്ട്രേറ്റിന് സമർപ്പിക്കും. അത് വരുമ്പോൾ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ഞാനിവിടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്, അല്ലെ? ഒരു
ശ്രദ്ധിക്കാം, പെട്ടെന്ന് വായിച്ചു പോവാം. കമ്മീഷൻ സ്വന്തം താല്പര്യപ്രകാരമോ ഇരയോ അല്ലെങ്കിൽ ഇരയ്ക്ക് വേണ്ടി ഏതെങ്കിലും വ്യക്തിയോ സമർപ്പിച്ച പരാതിയിന്മേൽ അന്വേഷണം നടത്തുക. മനുഷ്യാവകാശ ലംഘനം തടയുന്നതിൽ ഒരു പൊതുപ്രവർത്തകൻ, ഒരു പബ്ലിക് സർവന്റ്, നിങ്ങളൊക്കെ ഒരു സർക്കാർ ഉദ്യോഗസ്ഥനാണ്, ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ അതിൽ തടയുന്നതിൽ നിന്നും അശ്രദ്ധ കാണിച്ചു കഴിഞ്ഞാൽ അയാൾക്കെതിരെ അന്വേഷണം നടത്താം. ഇനി നോക്കാം, കോടതിയുടെ അംഗീകാരത്തോടെ കോടതിയുടെ മുമ്പാകെ നിലനിൽക്കുന്ന മനുഷ്യാവകാശ ലംഘന ആരോപണങ്ങളുമായി ബന്ധപ്പെട്ട നടപടികളിൽ ഇടപെടുക. സംസ്ഥാനങ്ങളിലെ വിവിധ ജയിലുകളിൽ തടവുകാരുടെ ജീവിത സാഹചര്യങ്ങളെ കുറിച്ച് പഠിച്ച് ശുപാർശകൾ നൽകുക. ഓക്കെ, ഇതൊക്കെ അണ്ടർസ്റ്റുഡ് ആണ്. ഇനി സ്വന്തമായിട്ട് പഠിക്കാനൊന്നുമില്ല, കാണാപ്പാടം പഠിക്കേണ്ട ആവശ്യമില്ല. ശുപാർശകൾ ആർക്ക് നൽകുന്നു? സർക്കാർ നൽകുന്നു. ഭരണഘടനാപരമായും നിയമപരമായും നിലനിൽക്കുന്ന മനുഷ്യാവകാശ പരിരക്ഷകൾ അവലോകനം ചെയ്യുകയും അവ ഫലപ്രദമായി നടപ്പാക്കുന്നതിനുമുള്ള നടപടികൾ ശുപാർശ ചെയ്യുകയും ചെയ്യുന്നു. ഓക്കെ, മനുഷ്യാവകാശങ്ങൾ ആസ്വദിക്കുന്നതിനെ തടയുന്ന ഭീകരപ്രവർത്തനങ്ങൾ ഉൾപ്പെടെയുള്ള ഘടകങ്ങൾ അവലോകനം ചെയ്യുകയും ഉചിതമായ പരിഹാര നടപടികൾ ശുപാർശ ചെയ്യുന്നു. മനുഷ്യാവകാശങ്ങളെ കുറിച്ചുള്ള അന്താരാഷ്ട്ര ഉടമ്പടികൾ പഠിക്കുകയും അവ ഫലപ്രദമായി നടപ്പാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശുപാർശ ചെയ്യുക. മനുഷ്യാവകാശ മേഖലയിൽ ഗവേഷണം ഏറ്റെടുക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുക. സമൂഹത്തെ വിവിധ വിഭാഗങ്ങൾക്കിടയിൽ മനുഷ്യാവകാശ സാക്ഷരത, ഹ്യൂമൻ റൈറ്റ്സ് ലിറ്ററസി പ്രചരിപ്പിക്കുക. അതിനുവേണ്ടിയിട്ട് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ സോഷ്യൽ മീഡിയയും മറ്റ് പ്രിന്റിംഗ് പ്രസ് മീഡിയയുടെ സഹായം തേടുന്നുണ്ട്. മനുഷ്യാവകാശ മേഖലയിൽ പ്രവർത്തിക്കുന്ന സർക്കാർ ഇതര, ദാറ്റ് മീൻസ് നോൺ ഗവൺമെന്റ് ഓർഗനൈസേഷൻ, സംഘടനകളുടെയും സ്ഥാപനങ്ങളുടെയും ശ്രമങ്ങളെ പ്രോത്സാഹിപ്പിക്കുക. ഇടയ്ക്ക് അടിയന്തര ഇടക്കാല ആശ്വാസം അനുവദിക്കുന്നതിന് സർക്കാർ, അതായത് ഇടയ്ക്ക് വെച്ച് അഥവാ പ്രധാനപ്പെട്ട അടിയന്തര ഇടക്കാല ആശ്വാസം, അതുപോലെ തന്നെ കോമ്പൻസേഷൻ എന്നിവ നൽകുന്നതിന് വേണ്ടിയിട്ട് ബന്ധപ്പെട്ട അതോറിറ്റിക്കോ സർക്കാരിനോ ശുപാർശ ചെയ്യാം. മനുഷ്യാവകാശ ലംഘനത്തിനെതിരെ നടപടിയെടുക്കാൻ സർക്കാരിനോ അധികാരികൾക്കോ ശുപാർശ ചെയ്യാം. പരാതികൾ അന്വേഷണ വിചാരണ ചെയ്യുമ്പോൾ ഒരു സിവിൽ കോടതിയുടെ എല്ലാ അധികാരങ്ങളും കമ്മീഷന് ഉണ്ടായിരിക്കും. സാക്ഷികളെ വിളിച്ചു വരുത്തി വിസ്തരിക്കാനും ആവശ്യമായ തെളിവുകൾ ഹാജരാക്കുന്നതിനും നടപടിയാക്കും. കുറ്റാരോപിതരുടെ പ്രസ്താവന രേഖപ്പെടുത്തിയ ശേഷം കേസ് വിചാരണ ചെയ്യാൻ ബന്ധപ്പെട്ട മജിസ്ട്രേറ്റിന് അയച്ചു കൊടുക്കുകയും തുടർന്ന് മജിസ്ട്രേറ്റ് പരാതിയുടെ വാദം കേട്ട് തക്കതായ ശിക്ഷ ഉറപ്പുവരുത്തും. ഇത്രയും കാര്യങ്ങൾ അണ്ടർസ്റ്റുഡ് ആണ്. ഇത് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ചോദിച്ചാൽ പോലും നിങ്ങൾക്ക് ഉത്തരം നൽകാൻ പറ്റും. എന്നാൽ ഇത് നിങ്ങൾക്ക് ഓർത്തിരിക്കാൻ വേണ്ടിയിട്ടാണ് ആദ്യമേ തന്നെ ഞാൻ ഒരു പ്രധാനപ്പെട്ട വാചകം അവിടെ സൂചിപ്പിച്ചത്. ഓക്കെ, അതിൽ എല്ലാം ഉണ്ട്, ഈ പറയുന്ന കാര്യങ്ങളെല്ലാം തന്നെയുണ്ട്. ഇനി മനുഷ്യാവകാശ ലംഘനം നടന്നതായി ആരോപിക്കപ്പെടുന്ന തീയതി കഴിഞ്ഞ് 1 വർഷത്തിന് ശേഷം ആ ഒരു കേസ് അന്വേഷിക്കാൻ മനുഷ്യാവകാശ കമ്മീഷന് സാധിക്കില്ല. ഇന്നൊരു മനുഷ്യാവകാശ ലംഘനം നിങ്ങളുടെ ജീവിതത്തിൽ നടന്നു വിചാരിക്കാം. കൃത്യം 1 വർഷത്തിനുള്ളിൽ മാത്രമേ ആ കേസ് മനുഷ്യാവകാശ കമ്മീഷന് കേസ് എടുക്കുവാൻ സാധിക്കുകയുള്ളൂ. അതിനുശേഷം എനിക്ക് ലംഘനം ഉണ്ടായി എന്ന് പറഞ്ഞ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷന് മുന്നിൽ പോകാൻ സാധിക്കുകയില്ല. അപ്പോൾ പരിധി 1 വർഷമാണ്. കമ്മീഷന്റെ അധ്യക്ഷന്മാരെ കുറിച്ച് പഠിച്ചാലോ? ഓക്കെ, വെരി ഇമ്പോർട്ടന്റ് ആണ്. കേരള PSC എന്ന് മാത്രമല്ല UPSC ഉൾപ്പെടെ മറ്റ് സ്റ്റേറ്റ് പരീക്ഷകളും ഞാൻ ഈ ചോദ്യം പലയിടങ്ങളിൽ കണ്ടിട്ടുണ്ട്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ചെയർമാൻമാരെ അതിന്റെ ക്രോണോളജിക്കൽ ഓർഡറിൽ ചോദിക്കുക. ഫിനാൻസ് കമ്മീഷൻ ചെയർമാൻമാരെ ആദ്യത്തെ 4-5 പേര് അതിന്റെ ക്രോണോളജിക്കൽ ഓർഡറിൽ ചോദിക്കുക. ഇത് സ്ഥിരമായിട്ടുള്ള കാര്യമാണ്. പ്ലാനിംഗ് കമ്മീഷന്റെ ഡെപ്യൂട്ടി ചെയർപേഴ്സൺമാരെ അതിന്റെ ക്രോണോളജിക്കൽ ഓർഡറിൽ ചോദിക്കുക. അപ്പോൾ ഇതിൽ ഏറ്റവും കൂടുതൽ തവണ കണ്ടിട്ടുള്ളതും മറ്റ് പരീക്ഷകളിൽ കണ്ടിട്ടുള്ളതും ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആദ്യ ചെയർമാൻ അല്ലെങ്കിൽ അധ്യക്ഷൻ ആര്? ഓക്കെ, ചെയർപേഴ്സൺ ആര്? ചെയർമാൻ ഒരു പുരുഷനാണെങ്കിൽ ചെയർമാൻ എന്ന് പറയും, വനിതയാണെങ്കിൽ ചെയർപേഴ്സൺ എന്നുള്ള രീതിയിലാണ്. ഒരു ചെയർപേഴ്സൺ എന്ന് പറഞ്ഞാൽ ചെയർമാനും ആകാം, മറ്റൊരു സ്ത്രീയുമാകാം, പുരുഷനുമാകാം, സ്ത്രീയുമാകാം. ഓക്കെ, അപ്പൊ ശ്രദ്ധിക്കാം, ചെയർമാൻ അല്ലെങ്കിൽ ചെയർപേഴ്സൺ, അധ്യക്ഷന്മാർ ആരൊക്കെ ആയിട്ടുണ്ടെന്ന് നോക്കാം. ഇന്നേ വരെ ഒരു വനിതയും അധ്യക്ഷ പദവിയിലേക്ക് അഥവാ ചെയർപേഴ്സൺ പദവിയിലേക്ക് വന്നിട്ടില്ല. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ഞാനൊരു കോഡ് പറഞ്ഞുതരാം കേട്ടോ, ഇത് ഓർത്തിരിക്കാനായിട്ട് ഒരു കോഡ് പറഞ്ഞുതരാം. ഓക്കെ, ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആദ്യ ചെയർമാൻ അഥവാ ചെയർപേഴ്സൺ അല്ലെങ്കിൽ അധ്യക്ഷൻ എന്ന് പറയുന്നത് രംഗനാഥ മിശ്ര, ശേഷം MN വെങ്കടാചാര്യ, JS വർമ്മ, AS ആനന്ദ്, S രാജേന്ദ്ര ബാബു, KG ബാലകൃഷ്ണൻ. ആദ്യ മലയാളി എന്താണ്? നമ്മുടെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ചെയർപേഴ്സൺ ആകുന്ന ആദ്യ മലയാളി KG ബാലകൃഷ്ണൻ, HL ദത്തു, അരുൺകുമാർ മിശ്ര. നിലവിലേതും 8ാമത്തെയും, ശ്രദ്ധിക്കണം, വളരെ പ്രധാനമാണ്, നിലവിലെയും 8ാമത്തെയും ചെയർപേഴ്സൺ അരുൺകുമാർ മിശ്രയാണ്. ഓക്കെ, അപ്പോ ഇനി ഞാൻ പറയുന്ന കാര്യം, നമ്മൾ വേറൊരു ലോകത്തേക്ക് പോകണം കേട്ടോ. നൂറ്റാണ്ടുകൾക്ക് മുന്നേ നമ്മളെല്ലാവരും ഒരു രാജസദസ്സിൽ ഇരിക്കുകയാണ് കേട്ടോ, ഒരു രാജസദസ്സിൽ. അപ്പോൾ ആ രാജ്യത്തിന്റെ രാജാവ്, വളരെ തലമുതിർന്ന രാജാവ്
രാജാവിനും രാജ്ഞിക്കും മക്കളൊന്നുമില്ല കേട്ടോ, മക്കളൊന്നുമില്ല. സ്വാഭാവികമായിട്ട് രാജ്യം അടുത്തൊരു അനന്തരാവകാശി എന്നുള്ള നിലയിൽ പെട്ടെന്ന് രാജാവ് ഹാർട്ട് അറ്റാക്ക് വന്ന് വടിയായി. അപ്പോൾ അടുത്തൊരു അനന്തരാവകാശിയായിട്ട് രാജ്ഞിക്ക് ഒരു ദത്തുപുത്രനെ എടുക്കേണ്ടി വന്നു. ആ ദത്തുപുത്രനാണ് ഇനി അവിടുത്തെ രാജാവ്. ഓക്കെ, മനസ്സിലുണ്ട്. ഇനി നമ്മൾ ശ്രദ്ധിക്കാൻ പോകുന്നത് ഒരു രാജസദസ്സാണ്. അവിടെ ആ ചക്രവർത്തിയുടെ ആ ഒരു വലിയ കസേരയിൽ ദത്തുപുത്രൻ അങ്ങനെ ഞെളിഞ്ഞിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഇനി നമ്മുടെ കഥയിലേക്ക് വരികയാണ്. മീശ പിരിച്ച, അതായത് നല്ല നല്ല ഉഗ്രൻ മീശയാണ്. മിശ്രയ്ക്ക് പകരം മീശ പിരിച്ചു നിന്ന അല്ലെങ്കിൽ മീശ പിരിച്ചിരിക്കുന്ന വെങ്കട്ട്. ഓക്കെ, അപ്പൊ രാജസദസ്സിന് രണ്ട് ഭാഗം ഉണ്ടല്ലോ, ഇവിടെ ഒരു ഭാഗം, രണ്ട് സൈഡിലായിട്ട് ആൾക്കാരിരിക്കും. അപ്പൊ മീശ പിരിച്ചിരിക്കുന്ന വെങ്കട്ടിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് വർമ്മ ഇരിക്കുന്നു. വർമ്മ അങ്ങ് വളരെ ആനന്ദത്തോടു കൂടി ഇരിക്കുക. അപ്പോ വെങ്കട്ട് ഇങ്ങനെ ആലോചിക്കുന്നുണ്ട്, വർമ്മയ്ക്ക് ഇനി എന്തെങ്കിലും പുതുതായിട്ട് ഏതെങ്കിലും ഒരു പദവി കൊടുക്കുന്നുണ്ടോ, നോം അറിയാതെ നമുക്ക് കിട്ടാതെ വർമ്മയ്ക്ക് കൊടുക്കുന്നുണ്ടോ? വർമ്മയുടെ മുഖത്തെ ആനന്ദം കണ്ടിട്ട് നമുക്ക് അങ്ങനെ ഒരു സംശയം തോന്നുന്നുണ്ടല്ലോ. മീശ പിരിച്ചുകൊണ്ട് വെങ്കട്ട് ഇങ്ങനെ വർമ്മയെ നോക്കി ചെറഞ്ഞുകൊണ്ടിരിക്കുക. വർമ്മയാണെങ്കിലോ ആനന്ദത്തോടു കൂടി. അപ്പോ വെങ്കട്ട് ഒന്ന് തിരിഞ്ഞു നോക്കി, എവിടെ? രാജാവിന്റെ അടുത്തേക്ക്. രാജാവിന് എന്തെങ്കിലും പ്ലാൻ ഉണ്ടോ? രാജാവ് ആരാ? ബാലനാരാ? ദത്തുപുത്രന്റെ പേരെന്താ? അരുൺ. ഓക്കെ, അപ്പൊ ഇനി നിങ്ങൾക്ക് പഠിച്ചൂടെ? മീശ പിരിച്ച രംഗനാഥ് മിശ്ര, വെങ്കടാചാലയ, വർമ്മ JS വർമ്മ, ആനന്ദ്. പെട്ടെന്ന് വെങ്കട്ട് വർമ്മയെ നോക്കിയതിനു ശേഷം രാജാവിലേക്ക് നോക്കി. രാജേന്ദ്ര ബാബു. രാജാവ് ആരാ? ദത്തുപുത്രനാ. ആര്? രാജാവ് ആരാ? ബാലൻ അല്ലെ? ഒരു ബാലനാണ് അവിടെ. ഞാൻ പറഞ്ഞു, ഒരു ബാലനെയാണ് അവിടെ പിടിച്ചിട്ടിരിക്കുന്നത്. ആ ബാലൻ ആരാ? ദത്തുപുത്രനാ. ഇനി ദത്തുപുത്രന്റെ പേര് അരുൺ. ഇങ്ങനെ നമുക്ക് പഠിക്കാം. രംഗനാഥ് മിശ്ര, പേരുകൾ നമ്മൾ മറക്കത്തില്ല. മീശ അല്ലെ? വെങ്കടാചാര്യ. വർമ്മ ആനന്ദത്തോടു കൂടി ഇരിക്കുക. JS വർമ്മ അല്ലെ? AS ആനന്ദ്. ഇനി രാജാവിലേക്ക് നോക്കി. രാജേന്ദ്ര ബാബു. രാജാവ് ആരാ? ബാലന്റെ പേരെന്താ? ദത്ത് അല്ല. ബാലനാരാ? ദത്തുപുത്രനാ. ദത്തുപുത്രന്റെ പേരെന്താ? അരുൺ. ആ രീതിയിൽ നിങ്ങൾ വരുമ്പോഴേക്കും ഈ പറയുന്ന കാര്യങ്ങളൊക്കെ കിട്ടും. S രാജേന്ദ്ര ബാബു, KG ബാലകൃഷ്ണൻ, HL ദത്തു, അരുൺ കുമാർ മിശ്ര എന്നുള്ള കാര്യങ്ങൾ നമുക്ക് സെറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഈ ഒരു കഥ നമ്മുടെ മനസ്സിൽ വേണം. ഇനി നിങ്ങളുടെ മനസ്സിലേക്ക് വരാം. മിശ്ര, വെങ്കടാചാര്യ അല്ലെ? വർമ്മ, ആനന്ദ് അല്ലെ? രാജാവിലേക്ക് നോക്ക്. രാജേന്ദ്ര ബാബു. രാജാവാരാ? ബാലകൃഷ്ണൻ. ബാലനാരാ? ദത്തുപുത്രനാ. സ്വന്തം പുത്രനല്ല, ദത്ത്. HL ദത്തു. ദത്തുവിന്റെ പേരെന്താ? ദത്തുപുത്രന്റെ പേരെന്താ? അരുൺകുമാർ മിശ്ര. ഓക്കെ, അരുൺ. എട്ടാമത് നിലവിലെത്തിയതും അരുൺകുമാർ മിശ്ര. ഇനി ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ, അതായത് ചെയർപേഴ്സൺ ഇല്ലാതിരിക്കുന്ന, ചെയർപേഴ്സൺ പദവി വേക്കന്റ് ആയിരിക്കുമ്പോൾ അവിടെ ആക്ടിംഗ് ചെയർപേഴ്സൺ ആയിട്ട് വരാറുണ്ട്. അങ്ങനെ ആക്ടിംഗ് ചെയർപേഴ്സൺ സ്ഥാനത്തേക്ക് വന്ന ഏക മലയാളിയാണ് സിറിയക് ജോസഫ്. മാത്രമല്ല ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ അംഗമായ ആദ്യ മലയാളി വനിത എന്നുള്ളത് കൂടി ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് മരിച്ചുപോയി, ജസ്റ്റിസ് ഫാത്തിമ ബീവി. ഓക്കെ, ഇനി 2019 നിയമ ഭേദഗതി പ്രകാരം ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം കൂടി നമ്മൾ നോക്കണം. കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ നിർവഹിക്കപ്പെടുന്ന മനുഷ്യാവകാശ പ്രവർത്തനങ്ങൾ കൈകാര്യം ചെയ്യുന്നത് കേന്ദ്ര സർക്കാരാണ്. അപ്പോൾ യൂണിയൻ ടെറിട്ടറീസ് ഉണ്ട്. ഡൽഹി ഒഴിച്ചുള്ള യൂണിയൻ ടെറിട്ടറീസിൽ മനുഷ്യാവകാശ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത് അവിടങ്ങളിൽ അതൊന്നും സ്റ്റേറ്റ് അല്ലല്ലോ. അതുകൊണ്ട് തന്നെ ആ പറയുന്ന കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ മനുഷ്യാവകാശ കമ്മീഷൻ ഇല്ല. അപ്പോൾ കേന്ദ്ര സർക്കാരാണ് അതിന് കൈകാര്യം ചെയ്യുന്നത്. എന്നാൽ ഡൽഹിയുടെ കാര്യത്തിൽ അതും ഒരു സ്റ്റേറ്റ് അല്ല, ഒരു യൂണിയൻ ടെറിട്ടറിയാണ് അല്ലെ? പക്ഷെ ഡൽഹിക്ക് ഒരു സ്വന്തമായിട്ടൊരു മുഖ്യമന്ത്രിയും മന്ത്രിസഭയും ഉണ്ടെങ്കിലും അവർക്ക് മനുഷ്യാവകാശ കമ്മീഷൻ ഇല്ല. അതിന് പകരം ഡൽഹിയുടെ മനുഷ്യാവകാശ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾക്ക് കൈകാര്യം ചെയ്യുന്നത് പക്ഷേ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനാണ്. ലേറ്റസ്റ്റ് ആയിട്ടുള്ള കാര്യം നോക്കാം. ട്രാൻസ്ജെൻഡർ വ്യക്തികളുടെ ക്ഷേമം ഉറപ്പാക്കാൻ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ 2023 കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കും കേന്ദ്രഭരണ പ്രദേശ കൂടങ്ങൾക്കും ഉപദേശം നൽകിയിരുന്നു എന്നുള്ള കാര്യം കൂടി വായിച്ചു കഴിഞ്ഞാൽ ഈ ഒരു ഏരിയയിൽ നിന്നും ചോദിക്കാവുന്ന എല്ലാ ചോദ്യങ്ങളും കറണ്ട് അഫെയർ ഉൾപ്പെടെ നമ്മൾ കവർ ചെയ്ത് കഴിഞ്ഞു. ഓക്കെ.